മാധ്യമജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആഷിഖ്, ടെലിവിഷൻ ജേർണലിസം വിദ്യാർത്ഥി. സീരിയൽ കില്ലർ എന്ന് ക്രൈം സിനിമകളിൽ കാണാറുള്ള പോലെ ഒരു പക്ഷേ അതിനപ്പുറം കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ കേരളത്തിൽ നടക്കുന്നു. 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. 6ാമത്തെയാൾ അയാളുടെ തിരുവനന്തപുരം, which is the Kerala capital, on Monday when a 23-year-old man. പ്രധാനപ്പെട്ട വിവരമാണ്. ഇതൊരു വലിയ സംശയമായിട്ട് ഉയർന്ന കാര്യമാണ്. പ്രതി ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യം. ആദ്യ കൊലപാതകത്തിന് ശേഷം ജയിലിൽ പോയ ചെന്താമര വിചാരണ തുടങ്ങുന്നതിന് മുമ്പായി ജാമ്യത്തിലിറങ്ങിയാണ് രണ്ടാമത്തെ ഇരട്ട കൊലപാതകം നടത്തിയത്. പോലീസ് ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഈ ഇരട്ട കൊലപാതകം. സംഭവത്തിന്റെ നാൾവഴികളിലൂടെ നമ്മളിന്ന് കടന്നു പോകുന്നു. കൊലപാതകങ്ങൾക്ക് മാധ്യമങ്ങൾ പങ്കുവഹിക്കുന്നുവെന്ന് വിവിധ മേഖലയിൽ നിന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. എന്നാൽ അത് ശരിയാണോ എന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന് മാധ്യമജാലകം. സെബാസ്റ്റ്യൻ പോൾ ചേരുന്നു. കൊലപാതകങ്ങളുടെ സീസൺ ആണ് കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ദിവസവും ഒരു കൊലപാതകവും എങ്കിലും ഇല്ലാതെ വാർത്തകൾ പൂർണ്ണമാകുന്നില്ല. ഒന്നിൽ കൂടുതലാണെങ്കിൽ അത്രയും സന്തോഷം. വളരെ സ്തോഭജനകമായ ചില കൂട്ടക്കൊലകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആലുവ, കൂടത്തായി എന്നിങ്ങനെ സ്ഥലപ്പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ അക്കൂട്ടത്തിൽ വെഞ്ഞാറമൂട് എന്ന പ്രദേശം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. വെഞ്ഞാറമൂട് എന്ന് കേൾക്കുമ്പോൾ അത് ചിരിയുടെ പര്യായമായിട്ടാണ് നമ്മൾ കുറേ കാലമായി അറിയുന്നതെങ്കിൽ ഇപ്പോൾ ഇത് കണ്ണീരിൻ്റെ, ചോരയുടെ, ഭയപ്പെടുത്തുന്ന ഒരു സ്തോഭാവസ്ഥയുടെ ഒക്കെ ഒരു പര്യായമായി വെഞ്ഞാറമൂട് മാറിയിരിക്കുന്നു. അവിടെയാണ് അഫാൻ എന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ 23-24 വയസ്സ് ഉള്ള ഒരാൾ, ഇത്ര ക്രൂരമായ കൊലപാതകം. ആരെയൊക്കെയാണ് അദ്ദേഹം കൊന്നിരിക്കുന്നത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലെ ചാനലുകളിലെ റിപ്പോർട്ടർമാരൊക്കെ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം അനിയനെ പോലും അയാൾ കൊന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊല നടത്തി പഠിക്കേണ്ടത്. ബൈബിൾ ആരംഭിക്കുന്നത്, വേദപുസ്തകം ആരംഭിക്കുന്നത് കൊലപാതകത്തോടെയാണ്. ആരാണ് കൊലപാതകം നടത്തുന്നത്? ജ്യേഷ്ഠ സഹോദരൻ അയാളുടെ താഴെയുള്ള ആളെ, അയാളുടെ അനിയനെ കൊലപ്പെടുത്തുകയാണ്. കായേന്റെയും ആബേലിൻ്റെയും കഥ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ എല്ലാ പുസ്തകങ്ങളിലും, അത് മഹാഭാരതമായാലും രാമായണമായാലും ഖുറാനായാലും ബൈബിൾ ആയാലും മറ്റേത് വിശിഷ്ട ഗ്രന്ഥമായാലും, അല്ലെങ്കിൽ പൊതുവെ ചരിത്രം തന്നെ എടുക്കുക, അത് നിറയെ നമ്മൾ വായിക്കുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ, ദാരുണമായ പ്രവൃത്തികളുടെ കഥകൾ തന്നെയാണ്. അതുപോലെ അത് കേട്ട് പഠിക്കുന്ന ഒരു തലമുറകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടൻ ഇത് മാധ്യമങ്ങളുടെ ദുസ്വാധീനമാണ് എന്നൊക്കെ പറയുന്നത് അത് അപക്വമായ ഒരു സമീപനമാണ്. മാധ്യമങ്ങൾ ആരെയും പിഴപ്പിക്കുന്നില്ല. മാധ്യമങ്ങളെക്കാൾ നന്നായി തെറ്റായ വഴികളും തെറ്റായ കാര്യങ്ങളും മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊക്കെ സമാരാധ്യം എന്ന് കരുതി ആരാധനയോടെ വായിക്കുന്ന നമ്മുടെ വിശുദ്ധ പുസ്തകങ്ങൾ തന്നെയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിന് ഉത്തരവാദിത്വമുള്ളത്? നമ്മുടെ പത്രങ്ങൾക്ക്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഇവിടെയല്ല യൂറോപ്പിൽ പത്രം അച്ചടിക്കാൻ തുടങ്ങിയിട്ട് 400 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ടെലിവിഷന് ഒരു 40 വർഷത്തെ ചരിത്രമുണ്ടാകും. കഴിഞ്ഞ ഏതാനും വർഷക്കാലത്തെ ഒരു വികാസമല്ലേ പത്രങ്ങൾ ഇങ്ങനെ ഈ മാസ് സർക്കുലേറ്റഡ് മീഡിയ ആയി മാറിയത്. അതിനു മുമ്പ് കുറച്ച് പത്രങ്ങൾ, കുറച്ച് വായനക്കാർ, കുറച്ച് വരിക്കാർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ അത്യാചാരങ്ങൾക്കും ഉത്തരവാദി ഈ നവ മാധ്യമങ്ങൾ, എന്നുവെച്ചാൽ ഈ സോഷ്യൽ മീഡിയ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പത്രങ്ങൾ ഉൾപ്പെടെ. പത്രങ്ങളെ ലെഗസി മീഡിയ എന്നൊക്കെ പറയുമ്പോഴും അവയുടെ പാരമ്പര്യത്തിൻ്റെ ചരിത്രം ഇത്രയേ ഉള്ളൂ, പരിമിതമാണ്. അവരുടെ ദുസ്വാധീനം അല്ല ഈ ഇത്തരത്തിലുള്ള ദുഷ്ചെയ്തികൾക്ക് നമ്മുടെ യുവാക്കളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. ഇനി അഫാൻ ഞങ്ങളുടെ പേര്, അഫാൻ പത്രം വായിക്കുകയും TV കാണുകയും ചെയ്യുന്ന ആളായിരുന്നുവോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയും പ്രശ്നമുണ്ടല്ലോ. പുതിയ തലമുറ പത്രം വായിക്കുന്നവരല്ല, പുതിയ തലമുറ ടെലിവിഷൻ പോലും കാണുന്നില്ല. അപ്പോൾ ഈ മാധ്യമങ്ങളാണ് ഇവരെയൊക്കെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞാൽ
അങ്ങനെ സ്വാധീനിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണോ അവർ ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം ആവശ്യമുണ്ട്. കൂട്ടക്കൊലയും ആത്മഹത്യയും എല്ലാം അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും സംഭവിക്കുന്നു. നമുക്ക് അതിനൊക്കെ ഒരു ഉത്തരവാദിയെ കണ്ടെത്താനുള്ള തിടുക്കമുണ്ട്. നമ്മുടെ ചാനൽ റിപ്പോർട്ടർമാർ തന്നെ ആദ്യം മദ്യത്തെക്കുറിച്ച് സൂചന നൽകി, പിന്നെ ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് മയക്കുമരുന്ന് ഉൾപ്പെടെ സൂചന നൽകി, അങ്ങനെ പലതും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മദ്യവും കഴിക്കേണ്ട, മയക്കുമരുന്നും വേണ്ട. പ്രോത്സാഹനം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പ്രചോദനം എന്ന നിലയ്ക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഒന്നിൻ്റെയും സഹായം ആർക്കും ആവശ്യമില്ല. ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആത്മഹത്യ, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ ആത്മഹത്യക്ക് വലിയ തോതിലുള്ള പ്രചാരം നൽകുന്നുണ്ട്, ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ആത്മഹത്യ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി, ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ ആ ആത്മഹത്യയെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ആത്മഹത്യകൾ വീണ്ടും ആത്മഹത്യ ചെയ്യുന്നതിന് സമാന മനസ്കരായ ആളുകളെ പ്രേരിപ്പിക്കും. അതിന് തെളിവുണ്ട്, പഠനമുണ്ട്. അപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒരിടയ്ക്ക് ആത്മഹത്യയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ അവിടുത്തെ പത്രങ്ങളെടുത്ത ഒരു കൂട്ടായ തീരുമാനം, ആത്മഹത്യ എന്ന വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഒരാൾ മരിച്ചെങ്കിൽ മരിച്ചു എന്ന് പറയും. പക്ഷേ വർഷാന്തങ്ങൾ കണക്ക് നോക്കിയപ്പോൾ ആ രാജ്യങ്ങളിലെ ആത്മഹത്യകളുടെ എണ്ണത്തിൽ ഗണനീയമായ കുറവ് ഉണ്ടായി. അപ്പം അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ ഒരു പ്രോത്സാഹനം നൽകുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെ രാത്രിയിലെ ഒരു പ്രധാന പരിപാടിയല്ലേ FIR, ക്രൈം, പോലീസ് സ്റ്റോറി, അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ കുറ്റകൃത്യങ്ങളുടെ പുനരാവിഷ്കാരം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പുനരാവിഷ്കാരം കാണുമ്പോൾ ഒരു കുറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ആശയങ്ങൾ കിട്ടിക്കൂടാ എന്നില്ല. അപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയതിന് ശേഷം പല കുറ്റകൃത്യങ്ങളും സംഭവിച്ചു. അവിടെയെല്ലാം ദൃശ്യത്തിൻ്റെ സ്വാധീനം എന്ന വാക്ക് നമ്മൾ കേട്ടു. ഞാൻ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ സിനിമയെ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യം അവർക്ക്, കുറ്റം ചെയ്യാൻ ഒരുമ്പെട്ടിറങ്ങുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തെ നടുക്കിയ പല കൊലപാതകങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ടെലിവിഷൻ ഇല്ലാതിരുന്ന കാലത്ത് അവ വലിയ തോതിൽ സെൻസേഷനലൈസ് ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രസിദ്ധമായ അമ്മാളുകുട്ടി കൊലക്കേസ്, അതാണല്ലോ ഭാര്യ എന്ന പേരിൽ സിനിമയായത്. അതുപോലെ ഏതെല്ലാം സംഭവങ്ങൾ, മറിയക്കുട്ടി കൊലക്കേസ്, അതാണല്ലോ ഫാദർ ബെനഡിക്റ്റ് പ്രതിയായ മാടത്തരുവി കേസായി മാറിയത്. മദ്രാസിലെ മോൻ, ഒരു പരിചാരികയുടെ ആ പ്രയോഗത്തിൽ നിന്നാണ് പോലീസിന് ആരായിരിക്കാം ആ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയത് എന്നൊരു ക്ലൂ കിട്ടിയത്. ഇങ്ങനെയൊക്കെ കേസുകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടുള്ള കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ. അതിനൊന്നും പത്രം വായിച്ച് പ്രചോദിതരാകേണ്ട കാര്യമില്ല. അതിനൊക്കെ കുറ്റവാസന എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ തെറ്റായ സ്വാധീനത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല. ക്രിമിനോളജിയിൽ അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട്, ജന്മന ഒരു ആൾ കുറ്റവാളിയായിരിക്കുക. ജനിക്കുമ്പോഴേ അയാൾ കുറ്റവാളിയാണ്, അയാളുടെ മനസ്സ് അങ്ങനെയാണ്. ചിലതൊക്കെ കാണുമ്പോൾ, ചില സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ പക്ഷെ ഒരു കുറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി ചാനലുകൾ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അഫാന്റെ ഈ ക്രൂരകൃത്യത്തെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ വളരെ ഗൗരവത്തോടെ വാർത്താ ചാനലുകൾ വാർത്താധിഷ്ഠിത ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ചയൊക്കെ അവിടെ ഇടയ്ക്ക് നിർത്തിവെച്ച് അവർ അഫാന്റെ പിന്നാലെ പോയി. അഫാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഞാനാണ് ഇത് ചെയ്തത് എന്ന് വെളിപ്പെടുത്തിയത് കൊണ്ട്, ആ കൺഫെഷൻ അവിടെ വന്നതുകൊണ്ട് വലിയ തോതിലുള്ള കുറ്റാന്വേഷണത്തിനുള്ള സ്കോപ്പ് ഇല്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മാധ്യമങ്ങളും കുറ്റകൃത്യങ്ങളും തമ്മിൽ, ക്രൈം ആൻഡ് മീഡിയ അഭേദ്യമായ ബന്ധമുള്ള കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഒരു ക്രൈം, പ്രത്യേകിച്ച് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ,
കുറ്റവാളികൾ മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന തിയറി ശരിയാണെങ്കിൽ ഇനിയും അഫാനെ പോലെയുള്ളവർ കാത്തു നിൽക്കുന്നുണ്ട് ചുറ്റികയുമായി. അവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും മാർഗദർശിയുമായി മാധ്യമങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്ഷേപം ഏതായാലും ഉണ്ട്. അക്കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ EMSന്റെ കൂടെ കാറിൽ യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ അനുഭവങ്ങൾ പ്രമുഖ മാധ്യമപ്രവർത്തകനും ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായ K. ശ്രീകണ്ഠൻ മാധ്യമജാലവുമായി പങ്കുവയ്ക്കുന്നു. EMSനോടൊപ്പം കാറിൽ വളരെ ദൂരം കേരളത്തിൽ മാത്രമല്ല EMSന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലെ ഇലക്ഷൻ സമയത്തൊക്കെ EMSന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിൽ EMSന്റെ പൊതുസമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ളൊരു അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. മാത്രമല്ല EMSന്റെ പബ്ലിക് സ്പീച്ച്, പൊതുപ്രസംഗം, ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടല്ല, EMS ആ പ്രസംഗത്തോട് EMS പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പിന്നെ EMS ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടില്ല. ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിലെ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ പള്ളിക്കലിലെ അവസാനത്തെ EMSന്റെ പ്രസംഗം അദ്ദേഹത്തോടൊപ്പം പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ EMSന്റെ കുറിപ്പ് എഴുതിയെടുക്കാനും അദ്ദേഹം പറഞ്ഞു തരുന്ന എഡിറ്റോറിയലായിരുന്നാലും എഡിറ്റ് പേജിലെ അന്നത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന രാഷ്ട്രീയ പങ്ക്തിയിലെ ചില ദിവസങ്ങളിൽ അത് പതിവായി എഴുതിക്കൊണ്ടിരിക്കുന്നവർ ഇല്ലാത്ത സമയത്തും അന്നത്തെ ദേശാഭിമാനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞയച്ചിരുന്നത് തന്നെയാണ്. ഈ EK നയനാർ, അതേപോലെ തന്നെ VSനോടും ഒപ്പവും സഞ്ചരിച്ചിട്ടുണ്ട്. EK നയനാർക്കൊപ്പവും സഞ്ചരിച്ചിട്ടുണ്ട്. രണ്ടുപേരും വ്യത്യസ്ത ഇതിൽ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കി പരസ്പരം വായിച്ചു കൊടുത്ത് അതൊരു സമന്വയത്തിലെത്തിപ്പിക്കുന്ന, ഒരു തർക്കമില്ലാതെ ആ പ്രസ്താവന പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നതിനുള്ള ഒരു അവസരമൊരുക്കാനും അതിനൊരു നിമിത്തമാകാനും കഴിഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര മാധ്യമ പ്രവർത്തനായിരുന്ന കാലത്ത് ബോംബെയിൽ അന്നത്തെ പ്രമുഖ ഗസൽ ഗായകൻ പങ്കജ് മുല്ലിക്കിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ ഗസൽ ആസ്വദിച്ചതും പങ്കുവയ്ക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ G. യദുകുലകുമാർ. ഒപ്പം അദ്ദേഹം പങ്കജ് മുല്ലിക് പാടിയ ഒരു ഗാനം ആലപിക്കുകയും ചെയ്യുന്നു. അത് മറക്കാനാവാത്ത 2 രാത്രിയായിരുന്നു. ഒന്ന്, അവിശ്വസനീയമായിട്ട് ഞാൻ കൊച്ചിലെ തൊട്ട് കേട്ടു തുടങ്ങിയ ആളിൻ്റെ മുമ്പ് പങ്കജ് മുല്ലിക് എൻ്റെ അടുത്ത് ഒരു സുന്ദരിയായ സ്ത്രീ ഇരുന്ന് കൂടെ പാടുകയും കരയുകയും ചെയ്യും. അതിനപ്പുറത്ത് സിനിമാ നടിയായ ലളിത KP കൊട്ടാരക്കരയ്ക്കും വെളിയിലും മഴ. ഞാൻ ഒരു മൂത്തചേട്ടൻ ഈ വർഷരശി കൊണ്ടുവന്ന് ഈ ലോങ് പ്ലേ അതിലെ കേട്ടുമെടുത്ത് നേരിട്ട് ഫ്രം ഹോഴ്സസ് മൗത്ത് എന്ന് പറഞ്ഞ പോലെ നേരിട്ട് കേൾക്കുക. വെളിയിൽ ചാറ്റമഴ കടുക്കുകയാണ്, മഴ കുറെ കൂടെ. എനിക്കങ്ങ് ഫോർട്ട് കറങ്ങി പോകണം, വഴിയെന്നല്ല നിശ്ചയമില്ല. അത് ഞാനങ്ങനെ അങ്ങ് മറക്കും. ആ വരികൾ ओ ज़माना कैसा गुज़र गया ओ ज़माना गुजर गया वो ज़माना कैसा कैसा हंसी खुशी की
बहार के दिन में गुजर गया वो ज़माना कैसा कैसा गुजर गया। फूल तमन्नाओं के जिसमें कदम कदम पर खिलते थे, अब मुझे रखता उजड़ा बन है जिससे है आना जाना कैसा कैसा गुजर गया। हंसता हुआ के रात के जिससे कोना कोना रोशन था, ऐसा बुझा के दोबारा जिसको मुमकिन नहीं जलाना कैसा कैसा गुजर गया। गया ज़माना फिर आएगा, जानने वाले जानेंगे। गया ज़माना फिर आएगा, जानने वाले जानेंगे। हमको न पहचानेगा जो कोई, हम भी क्यों पहचानेगा। आजा 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 गुजर गया वो ज़माना कैसा 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 गुजर गया। ഈ 40s ആദ്യം എന്ന് പറയുന്നത് ഈ സൈഗാൾ വരണവരെ പഹാരി സന്യാൽ, നൂർജഹാൻ, പിന്നെ ഇങ്ങേര് അവരായിരുന്നു രാജാക്കന്മാർ. അത് കഴിഞ്ഞാണ് പിന്നെ സൈഗാൾ വന്നതോടുകൂടി സീനൊക്കെ മാറി. പിന്നെ മുഴുവൻ സൈഗാൾമായ. അത് ഉത്തരേന്ത്യയിൽ മാത്രമൊന്നുമല്ല, കർണാടകയിൽ, മദ്രാസിൽ, ഇവിടെ തന്നെ സൈഗാൾ ജോസഫ് എന്ന് പറഞ്ഞ് 100 വയസ്സായപ്പോൾ മരിച്ചിരുന്നു 4-5 കൊല്ലത്തിന് മുമ്പ്. പിന്നെ പത്മനാഭൻ നായർ എന്ന് പറഞ്ഞതിൻ്റെ ഫേസ്ബുക്കിൽ അങ്ങനെ അമൃത്സരസിലൊക്കെ വലിയ സ്വീകരണം കിട്ടിയാണ്. അങ്ങനെ സൈഗാളിൽ നിന്നാണ്. അപ്പോൾ ഓണാഘോഷത്തിന് വന്നിട്ട് പബ്ലിക് ഓഫീസിൽ ഇങ്ങനെ സൈഗാളിൻ്റെ പാടുമായിരുന്നു. സൈഗാൾ വരുന്നവരെ ഈ പങ്കജ് മല്ലിക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇവിടെയും വന്നിട്ട് ഇപ്പം പരിതാപം ഇദേഹ ജീവിതമേ നീ കരയൂ മാനസമേ നീ കരയൂ മാനസം. ഇങ്ങനെ എല്ലായിടത്തും ഈ ശോക അവരുടെ സ്കൂള് ഉത്തരേന്ത്യ മാത്രമല്ല എല്ലായിടും ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു. ഇനി വാക്കിലെ ശരിയും തെറ്റുമായി SD പ്രിൻസ്. മാധ്യമങ്ങളിൽ റിപ്പോർട്ടിങ് ജഡ്ജ്മെൻറ്റിലാകരുത് എന്നൊരു കാഴ്ചപ്പാട് നേരത്തെ തന്നെയുണ്ട്. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഉദാഹരണമായി, ഒരു യുവാവും യുവതിയും ചേർന്നുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ കാമുകനെന്നും കാമുകിയെന്നൊക്കെ അങ്ങ് തീരുമാനിക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. രണ്ടുപേർ തമ്മിലുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാക്കാതെ ആദ്യമേ കയറി കാമുകനെന്നും പ്രണയിനിയെന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് ഇപ്പോൾ മിക്ക മാധ്യമങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല വാർത്തകളിലും കാമുകനെന്നും കാമുകിയെന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ അവർ ഒഴിവാക്കുന്നത്. ഇത് പറയാൻ കാരണം
കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടിനടുത്ത് 5 പേരെ ഒരു യുവാവ് കൊല ചെയ്ത സംഭവമുണ്ടായി. അതിൻ്റെ വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. അത് വളരെ കാര്യമായ എല്ലാ മാധ്യമങ്ങളിലും 1-ാം പേജിൽ തന്നെ വന്നു. ചാനലുകളിലും വളരെ ഗംഭീരമായ വാർത്ത വന്നു. പക്ഷേ പലയിടത്തും ഈ സാമാന്യ മര്യാദ ലംഘിച്ചുകൊണ്ട് കാമുകിയെന്നും പ്രണയിനിയുമെന്നൊക്കെയുള്ള വാക്ക് കടന്നു വരുന്നത് കണ്ടു. മിക്ക പത്രങ്ങളിലും പെൺ സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു പത്രത്തിൽ പെൺ സുഹൃത്ത് എന്ന് എഴുതിയ അതേ ഖണ്ഡികയിൽ തന്നെ കാമുകിയെന്നും പ്രണയിനിയെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആളുകൾ തമ്മിലുള്ള ബന്ധവും മറ്റും വിവരിക്കുന്ന കാര്യത്തിലുള്ള ഒരു പക്വത ഇല്ലായ്മയാണ് പലപ്പോഴും ഇതിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കുറെ കൊണ്ടുവന്നെങ്കിലും ഇന്നും ചില പത്രങ്ങളിൽ അത് പാലിക്കുന്നില്ല എന്ന് വേണം കാണേണ്ടത്. ഒരുപക്ഷെ ഇതിന് മറ്റൊരു മാനമുണ്ടാവാം. ഡെസ്കിൽ നിന്നും എഴുതുമ്പോൾ അവിടെ പെൺ സുഹൃത്താകുന്നു. പ്രാദേശിക വാർത്താലേഖകർ അയക്കുന്ന കോപ്പിയിൽ ഒരുപക്ഷെ അത് പഴയതുപോലെ കാമുകയും കാമുകനും ഒക്കെ ആയി തന്നെ തുടരുന്നതുമാകാം. ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ കാമുകിയും പ്രണയിനിയും പെൺ സുഹൃത്തുമൊക്കെ ഒരു ഖണ്ഡികയിൽ തന്നെ ഒരുപോലെ വരുന്നത്. വാർത്തയും മറ്റും എഴുതുമ്പോൾ വാക്യഘടന വളരെ പ്രധാനമാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അർത്ഥം തന്നെ ചിലപ്പോൾ മാറിപ്പോയെന്നിരിക്കും. ഇപ്പോൾ പറഞ്ഞ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉള്ള പോലീസ് നടപടിയെക്കുറിച്ച് ഒരു വാർത്ത കണ്ടിരുന്നു. അവിടെ കണ്ടത് മെഡിക്കൽ കോളേജിലെത്തി 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ അഫാൻ്റെ മൊഴി രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് എന്നാണ്. അതിൽ സംഭവിച്ചത് എന്താണ്? ഒരു മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി. പക്ഷേ എഴുതിയിരിക്കുന്ന കണ്ടാൽ തോന്നും മെഡിക്കൽ കോളേജിലെത്തി 5 പേരെ കൊന്ന പ്രതിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഒരു വാക്കുകൊണ്ട് തന്നെ പല അർത്ഥം സൂചിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് ചില ശീർഷകങ്ങൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം അങ്കണവാടി ജീവനക്കാരുടെ ഒരു സമരത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടിരുന്നു. അവർ തളർന്നിരിക്കുന്ന കണ്ടിട്ടാവണം ഒരു പത്രം എഴുതിയിട്ടുണ്ട്, അങ്കണവാടിക്കാരും വാടിത്തളർന്ന് എന്ന്. അങ്കണവാടി എന്ന വാക്കിനർത്ഥം തന്നെ മുറ്റത്തെ ആശ്രയം എന്നായിരുന്നു. നമ്മുടെ നാട്ടിൽ പൂവാടി, ബാലവാടി എന്നൊക്കെ പറയുന്നവരുള്ള ഒരു പേര് ഇതുമായിട്ട് ചേർത്ത് വായിക്കുന്നുണ്ട്. പക്ഷേ അംഗൻവാടി എന്ന ഒരു പ്രയോഗം തുടക്കത്തിൽ അതിൻ്റെ അർത്ഥം മുറ്റത്തെ ആശ്രയം എന്നായിരുന്നു. അവർ വാടിത്തളർന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. പല സ്ഥലത്തും വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി വലിയ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു. മൃഗവിളയാട്ടം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിളയാട്ടം മാത്രമല്ല, വിളകൾ നശിപ്പിക്കുന്ന കാര്യവും അതിനകത്ത് വരുന്നുണ്ട്. കളിക്കളത്തിലെ വാർത്തയെ കളിയേക്കാൾ രസകരമാക്കാനുള്ള ശ്രമം പണ്ട് മുതലേ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പോർട്സ് പേജ് പലപ്പോഴും വായിക്കാൻ വളരെ രസകരമായി തോന്നുന്നത്. രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളവും വിദർഭയും ഏറ്റുമുട്ടാൻ പോകുന്ന വാർത്ത ഇതുപോലെ രസകരമായ രീതിയിലാണ് പലരും അവതരിപ്പിച്ചത്. കലാശപ്പോരിലെ വിദർഭമുന എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത്. ഈ വിദർഭമുന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൊണ്ടു ദർഭമുന കാലില്ലെന്ന് എന്ന് പറയുന്ന ആ ഒരു കാവ്യശകലമാണ്. ഏതാണ്ട് അതൊക്കെ ഓർക്കുന്ന രീതിയിൽ തന്നെയാണ് വാർത്തയും എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ കാലിൽ തറയ്ക്കാൻ വിദർഭ ഒരു മുള്ള് കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കരുൺ നായർ എന്ന മലയാളി ബാറ്ററെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു പത്രം കേരളത്തിന് വിദർഭ ചലഞ്ച് എന്നാണ് എഴുതിയിരുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും ന്യൂസിലാൻഡും സെമിഫൈനലിലെത്തിയത് ഈയിടെ വലിയ വാർത്തയായിരുന്നു. ഇതിനെ പല രീതിയിൽ വിശേഷിപ്പിച്ചവരുണ്ട്. അയൽ രാജ്യത്ത് നടക്കുന്ന ഒരു കളി ആയതുകൊണ്ടാവാം അയൽ യുദ്ധം എന്നാണ് ഒരു പത്രം ഇതിനെ പലയിടത്തും വിശേഷിപ്പിക്കുന്നത്. ഒരു പത്രം ഇന്ത്യ ന്യൂസിലാൻഡ് സെമിയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരു പത്രം എഴുതിയിരിക്കുന്നത് കിവീസ് സെമിയിൽ ഒപ്പം ഇന്ത്യയും. എന്നാൽ മറ്റൊരു പത്രം കുറേ കൂടെ കാവ്യാത്മകമായി എഴുതിയിട്ടുണ്ട്, കിവി രചിതം എന്നാണ്. നേരത്തെ ദർഭമുനയുടെ കാര്യം പറഞ്ഞതുപോലെ കാളിദാസ വിരചിതം എന്നൊക്കെ നമുക്ക് ഓർമ്മ വരും ഇത് കേൾക്കുമ്പോൾ. പക്ഷെ അങ്ങനെയൊന്നും കാര്യമില്ല. ഇവിടെ ഈ രചിതം എന്ന് എഴുതിയിരിക്കുന്നത് ഒരാളുടെ പേരുമായി ചേർത്താണ്. രജൻ രവീന്ദ്ര എന്ന കളിക്കാരൻ്റെ പ്രകടനം ശ്രദ്ധേയമായതുകൊണ്ടാണ് ഇങ്ങനെ രചിതം എന്നൊരു വാക്ക് ആ ശീർഷകത്തിൽ വന്നിട്ടുള്ളത്. പേര് വെച്ച് ശീർഷകമുണ്ടാക്കുന്ന രീതി പണ്ട് മുതൽക്കേ ഉണ്ട്. പക്ഷേ പല ആളുകളുടെയും, ഒരുപക്ഷെ നമ്മൾ അടുത്തറിയുന്ന ആളുകളെ പോലും പേര് കൃത്യമായി എഴുതാൻ പത്രങ്ങൾ ചിലപ്പോൾ മെനക്കെടാറില്ല. ഒരു ചെറിയ ഉദാഹരണം കേരള ഗവർണറുടെ പേരാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് എഴുതുന്നത്. പക്ഷേ ഒരു പത്രം കൃത്യമായി അർലേക്കർ എന്നേ എഴുതുകയുള്ളൂ. ദേവനാഗരി സ്ക്രിപ്റ്റിൽ അത് എഴുതിയിരിക്കുന്നത് കണ്ടാൽ ആർക്കും ബോധ്യമാവും അത് അർലേക്കർ അല്ല, ആർലേക്കർ ആണെന്ന്. വിദ്യാർത്ഥി എന്ന വാക്ക് ചിലപ്പോൾ വിദ്യാർത്ഥിനിക്കും ബാധകമാകുന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ടാവും. അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം ഒരു ചരമ വാർത്തയിൽ വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്ന് കണ്ടത്. വാർത്തയ്ക്കകത്ത് വിദ്യാർത്ഥിനിയുടെ കാര്യമാണ് എഴുതിയിരുന്നത്. അവിടെ പറയുന്നത് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ്. സാധാരണമായി
വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് മലയാളത്തിൽ എഴുതുക. ഇത് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും വിദ്യാർത്ഥി ആരെയെങ്കിലും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണോ എന്നൊരു സംശയം ഉണ്ടാവാം. മലയാള പത്രങ്ങൾ സ്ഥാനത്തും അസ്ഥാനത്തും ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടത് ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുമെന്നാണ്. തിരുവനന്തപുരത്തെ ഒരു അമ്പലത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ കണ്ടത്. ഈ ഗ്രീൻ പ്രോട്ടോകോളിന് ഹരിത ചട്ടമെന്നും ഹരിത നിയമമെന്നും ഒക്കെ ഇഷ്ടംപോലെ വാക്കുകളുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, അതൊന്നും ഉപയോഗിക്കാതെ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാൻ ഒരു ശാഠ്യമുള്ളതുപോലെ. അത് പിന്നെയും മനസ്സിലാക്കാം. മറ്റൊരു പത്രത്തിൽ കൃഷിയെപ്പറ്റിയുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് ഉഴവിനുള്ള സമയം അടുത്തു എന്നാണ് അവിടെ വാർത്ത വന്നിരിക്കുന്നത്. പക്ഷേ ആ വാർത്ത കൊടുക്കുന്ന ഭാഗത്ത് പൊതുവായൊരു ശീർഷകം നൽകിയിട്ടുണ്ട്, ഫാം ടിപ്സ് എന്ന്. കൃഷിയുടെ കാര്യമെങ്കിലും മലയാളത്തിൽ പറയുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള വിവർത്തനം ഇന്ന് സാധ്യമായിട്ടുണ്ട്. എന്നാൽ ഈ വിവർത്തനം പലപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. കഴിഞ്ഞ ദിവസം ഒരു വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ പേരുകളാണ്. ആ പേരിൻ്റെ പട്ടികയുണ്ട്. പക്ഷെ അതിനോടൊപ്പമൊക്കെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വൈകി എന്നൊരു വാക്കുകൂടിയുണ്ട്. എന്താണ് ഈ വൈകി എന്നെഴുതിയിരിക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് പിടികിട്ടിയത്. ലേറ്റ് എന്നതിൻ്റെ മലയാളമാണ് അവിടെ വൈകി എന്നെഴുതിയിരിക്കുന്നത്. സാധാരണമായി മരിച്ചു പോയവരെ ദ ലേറ്റ് എന്ന് എഴുതാറുണ്ട്. പരേതർ എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ എഴുതുന്നത് ദ ലേറ്റ് KR നാരായണൻ എന്നൊക്കെയാണ്. ഇവിടെ ലേറ്റ് എന്ന് കണ്ടതുകൊണ്ട് അതിനെ വൈകി എന്ന് തന്നെത്താൻ അങ്ങ് വിവർത്തനം ചെയ്തതാവാം. ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ദ ലേറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ശ്രീയും മിസ്റ്ററും ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം ഈ ശ്രീ എന്ന വാക്ക് തന്നെ ഐശ്വര്യത്തോടെ ജീവിച്ചിരിക്കുന്ന എന്നത് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദ ലേറ്റ് EK നായനാർ എന്നൊക്കെയുള്ളൂ, പിന്നീട് ശ്രീ ചേർക്കാറില്ല. ഒരുപക്ഷെ ഈ പറയുന്ന വെബ്സൈറ്റിൽ നേരത്തെ ദ ലേറ്റ് എന്ന് വെക്കുന്നതിന് പകരം ലേറ്റ് എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയതുകൊണ്ടാവാം ഇതുപോലെ വൈകി എന്നൊരു പ്രയോഗം അവിടെ വന്നത്. തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയിൽ ഈയിടെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒരു മാൻ ഓടിക്കയറി. അത് വലിയ വാർത്തയുമായി. ഒരു ചാനൽ വാർത്തയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇത് വന്നത് ഇങ്ങനെയാണ്, ഓടിവാ അടിപൊളി മാൻ എന്നാണ്. മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ വിവർത്തനം തൊട്ടുപുറത്ത് ഇംഗ്ലീഷ് നൽകിയിട്ടുണ്ട്, റണ്ണവേ സൂപ്പർമാൻ എന്ന്. അടിപൊളി മാൻ എന്നതിനെ സൂപ്പർമാൻ ആക്കിയതാവും വിവർത്തന യന്ത്രം. ചിലപ്പോൾ തോന്നും ഇത് വിവർത്തനത്തിനുള്ള സാങ്കേതിക വിദ്യയോ അതോ ചിരിപ്പിക്കാനുള്ള വിദ്യയോ. മാധ്യമജാലകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.